ഭൂതങ്ങളാടിയ നാട് പറഞ്ഞു പറഞ്ഞ് പൂതാടിയായി. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് പൂതാടിയുള്ള ഒരു അമ്പലത്തിനെ കുറിച്ചുള്ള വീഡിയോ ആണ് കേട്ടോ. ഭൂതങ്ങൾ എന്ന് പറയുമ്പോൾ ഭൂതനാഥൻ ശിവഭഗവാൻ നൃത്തം ചെയ്ത നാടാണ് ഇത് എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളെ നാട്ടിൽ ഒരു ശിവക്ഷേത്രമുണ്ട്, അതിൻ്റെ വീഡിയോ ആണ് ഇത്. മഹാക്ഷേത്രമാണ്. ശിവക്ഷേത്രമാണ് പ്രധാനം എന്നുണ്ടെങ്കിലും 3 അമ്പലങ്ങളായിട്ടാണ് കേട്ടോ പൂതാടി അമ്പലം ഉള്ളത്. ശിവഭഗവാനാണ് പ്രാധാന്യം എന്നുണ്ടെങ്കിലും ശിവൻ, വിഷ്ണു അങ്ങനെ പ്രത്യേകം 2 നടകളുണ്ട് കേട്ടോ അമ്പലത്തിന്. 3 അമ്പലങ്ങളിലെ ഒരമ്പലം, അതായത് താഴെയുള്ള ഒരമ്പലത്തിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. ശിവഭഗവാൻ കൂടാതെ ഉപദേവതമാരായിട്ട് വിഷ്ണു, ഗോപാലകൃഷ്ണൻ, ഗണപതി, സീതാലവകുശന്മാർ, പുറമേ ആയിട്ട് അയ്യപ്പൻ്റെ കൂടെ തന്നെ സുബ്രഹ്മണ്യൻ്റെ പ്രതിഷ്ഠയും ഉണ്ട്. താഴെ അമ്പലത്തിൽ ശിവന് മകരം അവസാനത്തിലാണ് ഉത്സവം നടത്തുന്നത്. പള്ളിവേട്ടയും മറ്റുമായിട്ട് മൂപ്പ വിഭാഗത്തിലുള്ളവരുടെ കുറച്ച് ചടങ്ങുകളും ഉണ്ടാവാറുണ്ട്. വയനാട് ആദ്യകാലത്ത് ഭരിച്ചിരുന്നത് വേട രാജവംശമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ പൂതാടി ദേശത്തായിരുന്നു അവരുടെ കോട്ടയും തലസ്ഥാനവും ഒക്കെ എന്നും പുരാവൃത്തത്തിലുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിലെ നിർമ്മിച്ച ഒരു അമ്പലമായിരിക്കും ഇതാണ് എന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. അക്കാലത്ത് ഇതൊക്കെ കാടായിരുന്നത് കൊണ്ട് തന്നെ പൂതാടി ഒരു വനദേവതയാണെന്നും പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ ശിവഭഗവാൻ പടിഞ്ഞാറ് ദർശനമായിട്ടാണ് പ്രതിഷ്ഠയുള്ളത്. ഭഗവാന്റെ ഇടതുവശത്തായിട്ട് അമ്പലത്തിന് പുറത്തായിട്ടാണ് അയ്യപ്പൻ്റെ നടയുള്ളത്. അയ്യപ്പൻ്റെ നടേൻ്റെ ഉള്ളിൽ തന്നെ സുബ്രഹ്മണ്യൻ്റെ പ്രതിഷ്ഠയും കൂടി ഒരുമിച്ചാണ് കേട്ടോ. ഇവിടുന്നാണ് നമ്മൾ മലയ്ക്ക് പോകുമ്പോൾ മാലയൊക്കെ ഇടാറ്. എള്ളുതിരി കത്തിക്കുന്നത് നമ്മളെ രോഗശാന്തിക്കൊക്കെ വേണ്ടിയിട്ടാണ് എള്ളുതിരി. അമ്പലത്തിലെ കൗണ്ടറിൻ്റെ വശത്തായിട്ട് കൂവളമരമുണ്ട്. ശിവഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള മാല കൂവളത്തിൻ്റെ ഇല കൊണ്ടുണ്ടാക്കുന്നതാണ് കേട്ടോ. ഇവിടുത്തെ പൂജാ സമയങ്ങളൊക്കെയാണ് ഇത്. 3 നേരവും പൂജയുള്ള അമ്പലമാണ്. അമ്പലത്തിൻ്റെ നേരെ മുന്നിലായിട്ട് കുളമുണ്ട് കേട്ടോ. അവിടെയാണ് ആറാട്ടൊക്കെ നടക്കുക. ബ്രഹ്മരക്ഷസിൻ്റെ ഒരു ചെറിയൊരു അമ്പലവും കൂടിയുണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് 1ാമത്തെ അമ്പലം. ഇനി നമ്മൾ മേളിലേക്ക് പോവുകയാണേ. ഇതാണ് പൂതാടി പരദേവതാ ക്ഷേത്രം. ശിവനും വിഷ്ണുവും ഒരേ പീഠത്തിൽ പ്രതിഷ്ഠ ഉള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. പൂതാടി ദൈവങ്ങൾ എന്നും അറിയപ്പെടുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ദൂരെ അമ്പലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ചില തെക്ക് ഭാഗത്തേക്കുള്ള അമ്പലത്തിലൊക്കെ പൂതാടി ദൈവങ്ങൾ എന്ന് എഴുതി കാണുന്നുണ്ടാവും. അത് ശരിക്കുള്ള അമ്പലം ഇതാണ് കേട്ടോ. ഉത്സവത്തിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് അവിടെയൊക്കെയാണ് ഉത്സവമൊക്കെ നടക്കുക. സ്റ്റേജ് പരിപാടികളൊക്കെ നടക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഇത് 2 കാലഘട്ടത്തിൽ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഒന്ന് പച്ചപ്പുണ്ടാവും, ഒന്ന് മഞ്ഞുകാലത്തുമാണേ. താഴെ അമ്പലത്തിലെ പോയാൽ തന്നെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ദർശനമായിട്ടാണ് ഇവിടെയും പ്രതിഷ്ഠയുള്ളത്. മണ്ഡലകാലത്ത് ഉത്സവം നടക്കുക ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ. ഇവിടെ പുനരുദ്ധാരണ പ്രവൃത്തിയൊക്കെ നടക്കുന്നതിന് മുന്നേ ഉള്ള വീഡിയോയും അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഇത്.
എല്ലായിടങ്ങളിലും 42 ദിവസം മണ്ഡലം ആഘോഷിക്കുമ്പോൾ ഇവിടെ 44 ദിവസമാണ് കേട്ടോ മണ്ഡലം. 44ാമത്തെ ദിവസമാണ് മണ്ഡലം കഴിയുക. ഉത്സവത്തിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ ചാനലിലുണ്ട്. ഊടും കൂറും സോപാന നൃത്തം, ആറാട്ടിന് പോകുന്നതും എല്ലാം ഉണ്ട് കേട്ടോ. വീഡിയോ എൻ്റെ ചാനലിൽ തന്നെ കാണാൻ പറ്റും. ഇവിടെ ഇനിയുള്ളത് ഭഗവതീൻ്റെ അമ്പലമാണേ. അവിടെയായിരുന്നു പുനരുദ്ധാരണ പ്രവൃത്തി നടന്നത്. ഇതാ നടന്നു കഴിഞ്ഞ ശേഷം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഉള്ളത്. ഇവിടെയാണ് തറ നടക്കുക. ഭഗവതീൻ്റെ അമ്പലത്തിലാണ് തറ ഉണ്ടാവാറ്. നായാട്ടൂട്ട് മാടം എന്നാണ് കേട്ടോ ഇതിന് പറയുക. ഇവിടെ ശിവനും വിഷ്ണുവും ഒരുമിച്ച് നായാട്ടിന് പോയ സ്ഥലമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ 2 തിറ ഒരുമിച്ച് നടത്താറുണ്ട്, ശിവന്റെയും വിഷ്ണുവിൻ്റെയും. അതുകൂടാതെ സീതാദേവീൻ്റെ തിറയും ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇതിനോട് ചേർന്ന് തന്നെയാണ് കല്യാണ മണ്ഡപം ഉള്ളത്. മാടത്തിൽ നിന്ന് കല്യാണം നടത്തിയിട്ട് ഇവിടെയാണ് ഫംഗ്ഷനൊക്കെ ഉണ്ടാവുക. നമുക്ക് ഭഗവതീൻ്റെ അമ്പലത്തിലേക്ക് പോയി നോക്കാം. അമ്പലമൊക്കെ ഇപ്പോൾ പുതുക്കി പണിതതാണ് കേട്ടോ, ഉഷാറാക്കിയിട്ടുണ്ടേ. ഇവിടെ ഭഗവതി കിഴക്കോട്ടാണ് കേട്ടോ ദർശനം. അമ്പലത്തിൻ്റെ ഇവിടെ നിന്നിട്ടാണ് ഞങ്ങൾ തറയൊക്കെ കാണാറേ. വലിയ മുടിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ തറയുണ്ടാവുക. ഭയങ്കര ആഘോഷമായിരിക്കും. ഈ വർഷത്തത് കഴിഞ്ഞു പോയി കേട്ടോ, എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇനിയും 3ാമത്തെ അമ്പലം കുറച്ചും കൂടി മുകളിലേക്ക് പോയിട്ടാണ്. ഇത്രയും സ്റ്റെപ്പുകളൊക്കെ കയറി കുറച്ചും കൂടി നടന്നു പോയാലാണ് 3ാമത്തെ അമ്പലം കാണുക. ഗുരുനീലകണ്ഠൻ, സരസ്വതി, ഭദ്രകാളി, ഈ 3 അമ്പലങ്ങളാണ് 3ാമതായിട്ടുള്ളത്. നവരാത്രി ആഘോഷങ്ങളൊക്കെ നടക്കുക ഇവിടെ വെച്ചിട്ടാണ്. ബുക്ക് പൂജയ്ക്കൊക്കെ വെക്കാറ് ഇവിടെയാണ് കേട്ടോ. ഇവിടെ ഏറ്റവും വലിയ ആഘോഷമാണ് ഗുരുതി നടത്തുന്നത്. അമ്പലത്തിൻ്റെ ഇവിടേക്ക് വരുന്ന വീഡിയോ കഴിഞ്ഞ വർഷം എടുത്തതും ഇത് ഇപ്പോൾ എടുത്തതുമാണ്. അതാണ് പച്ചപ്പിന് രണ്ടിനും വ്യത്യാസം. ഇവിടെ പൂജ കഴിഞ്ഞതുകൊണ്ട് തന്നെ അങ്ങനെ അധികാരം വരാറില്ല കേട്ടോ. താഴെ അമ്പലം വരെ വന്നിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുക. അപ്പോൾ എനിക്ക് അന്ന് വന്നപ്പോൾ ഒറ്റയ്ക്ക് വരാൻ ചെറിയൊരു പേടി ഉണ്ടായതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാതെ പോവുകയായിരുന്നു ചെയ്തത്. ഇന്ന് ഞാൻ പിന്നെ ഒറ്റയ്ക്ക് വന്നു. ഈ അമ്പലങ്ങളൊക്കെ ആയിട്ട് എനിക്ക് മാത്രമല്ല, എൻ്റെ മുത്തശ്ശൻ മുതലുള്ള ബന്ധങ്ങളാണ് കേട്ടോ. എൻ്റെ കല്യാണം നടന്നതും ഈ പൂതാടി അമ്പലത്തിൽ വെച്ചിട്ടാണേ. ഇവിടെ വെച്ചിട്ടാണ് കല്യാണം നടക്കുക പുറത്ത്. അവിടെ നിന്നിട്ട് നമ്മൾ ചടങ്ങുകളൊക്കെ കഴിഞ്ഞാൽ കല്യാണ മണ്ഡപത്തിലേക്ക് വരികയാണ് ചെയ്യുക. ഭക്ഷണമൊക്കെ അവിടെ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ബസ് പോകുന്ന വഴിയാണ് കേട്ടോ ഇതാണ് കല്യാണ മണ്ഡപം. ഇവിടെ പാർക്കിങ്ങിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. ബ്രഹ്മരക്ഷസും കൂടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ബ്രഹ്മരക്ഷസിൻ്റെ പുറകിലായിട്ടാണ് നമ്മളുടെ കുളം വരുന്നത്. ഇവിടെ വ്യാഴാഴ്ചകളിലാണ് കേട്ടോ പൂജ ഉണ്ടാവുക. ആറാട്ട് നടക്കുന്ന കുളമാണിത്. പൂതാടി അമ്പലത്തിലെ നവരാത്രി ഉത്സവത്തിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിലാണ് എൻ്റെ ചാനലിലുള്ളത്. അല്ലാതെ താഴെ അമ്പലത്തിൻ്റെയും തെറേൻ്റെ ഒന്നും വീഡിയോ ഇല്ല കേട്ടോ. ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ളതും ശക്തിയുള്ളതുമായുള്ള അമ്പലമാണ് പൂതാടി അമ്പലം. ഞാൻ വീഡിയോ ഇടാൻ ഒരുപാട് വൈകിപ്പോയി. കഴിഞ്ഞ വർഷം വരെ എല്ലാ 1-ാം തീയതിയും ഇവിടെ ഉച്ചഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഞാൻ കഴിച്ചിട്ടായിരുന്നേ പോയത്. ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ഐശ്വര്യത്തിൻ്റെ ഭാഗം കൂടിയാണ് കേട്ടോ ഈ അമ്പലം. അമ്പലത്തിനെ കുറിച്ച് അറിയുമായിരുന്നോ എന്നൊന്ന് പറയണേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.